കഷ്ടതകളുടെ നടുവിലാണ് മലയാളികൾ ഓണത്തിലേക്ക് കടന്നത്. ആഘോഷങ്ങളെല്ലാം ആദിമമായ ഓർമ്മയാകുമോ എന്ന സംശയത്തിന് തെരുവുകളിലെ ഓണത്തിരക്ക് ഉത്തരങ്ങളായോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന സർക്കാരിന് മലയാളിയെ ഓണമൂട്ടാൻ കഴിഞ്ഞു. ഇക്കുറി ഓണം എങ്ങനെയാണ്? അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കോൺഗ്രസ് പ്രതിനിധി, ഡോക്ടർ വി മുസ്തഫ CPM പ്രതിനിധി, BJP പ്രതിനിധി സന്ദീപ് വാര്യർ എന്നിവർ. ആദ്യം ഞാൻ സന്ദീപ് വാര്യരിലേക്ക് പോകുന്നു. സന്ദീപ്, നമ്മളുടെ ഓണത്തൽ എന്ന പരിപാടി ഈ ചർച്ച കഴിഞ്ഞാൽ ഉടൻ വരും. സന്ദീപിനെ ഞങ്ങൾക്ക് ആ ചർച്ചയിൽ മിസ്സായി. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ സന്ദീപ് വേണമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. നമുക്ക് അധിക സമയമില്ല, ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് മാത്രമേ നമുക്ക് കിട്ടൂ. അതിനിടയിൽ 2 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഇക്കുറി ഓണം എങ്ങനെ, അത് സന്ദീപിൻ്റെ വ്യക്തിപരമായി. 2, മൊത്തത്തിൽ മലയാളിയുടെ ഓണം എങ്ങനെയാണ്? സമൃദ്ധിയിലാണോ, വറുതിയിലാണോ, ആശങ്ക വേണോ? സന്ദീപ്. വ്യക്തിപരമായി ഈ വർഷം ഓണം ആഘോഷിക്കുന്നില്ല. വളരെ അടുത്ത ഒരു ബന്ധുവിൻ്റെ മരണം സംഭവിച്ചതുകൊണ്ട് തവണ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓണാഘോഷം കുടുംബത്തിലില്ല. എന്നാൽ പോലും കുടുംബവുമായിട്ട് എല്ലാവരും ഒരുമിച്ച് നാളെ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കും. അതിലപ്പുറം ഒരു ആഘോഷമൊന്നുമില്ല. മറ്റൊന്ന്, നിങ്ങൾ അന്ന് വിളിച്ചിരുന്നു, എനിക്ക് ഷൂട്ടിങ്ങിന് വരാൻ സാധിച്ചില്ല. അന്ന് മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തായിരുന്നുകൊണ്ട് പരിപാടിയുടെ ഷൂട്ടിന് വരാൻ സാധിച്ചില്ല. എന്തായാലും അടുത്ത വർഷം നമുക്ക് തീർച്ചയായിട്ടും ആ പരിപാടിയിൽ കാണാം. കേരളത്തിലെ ഓണാഘോഷം നമുക്കറിയാം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികൾ പൊതുവെ കുറച്ച് റിലക്റ്റൻ്റ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. എന്നാൽ പോലും ഓണം അടുത്തെത്തുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ആഘോഷിക്കാതിരിക്കുക എന്നൊരു തോന്നൽ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും. ഒരു അത്യാവശ്യം ചില കാര്യങ്ങളെങ്കിലും ചെയ്തില്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം പുതിയ വസ്ത്രങ്ങൾ എടുക്കണം, സ്വാഭാവികമായിട്ടും നാളെ ഒരു ദിവസമെങ്കിലും സദ്യ ഉണ്ടാക്കണം, പൂക്കളിടണം, അത്തരം പൂക്കളം ഇടണം, അത്തരം ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ വളരെ, എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. സ്വാഭാവികമായിട്ടും മലയാളികൾ എന്തൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ഓണം അടുത്തെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഘോഷിക്കാതിരിക്കുക എന്നൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷം മാറ്റി നിർത്താൻ കഴിയില്ല. എങ്കിൽ പോലും ഈ ദുരന്തമുഖത്ത് വലിയ തോതിൽ വിഷമം അനുഭവിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിലുണ്ട്. അവരോടുള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലയ്ക്ക് ഓണാഘോഷത്തിൽ പൊതുവെ മലയാളികൾ ഒരല്പം കുറവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവെ വിലക്കയറ്റം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ സപ്ലൈകോ മാർക്കറ്റുകളിലൊക്കെ പഞ്ചസാര, അരി ഉൾപ്പെടെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നല്ല വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങളെ കാര്യമായി ബുദ്ധിമുട്ടിച്ചിട്ടുമുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, ഓണാഘോഷത്തിൽ അത്തരം കാര്യങ്ങളെ വിലക്കയറ്റം ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ പറയുക. അപ്പോൾ സർക്കാരിൻ്റെയും കയ്യിൽ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാണം വിറ്റ് ഓണം ഉണ്ടുക എന്നുള്ളത് തന്നെയാണ്. ഈ സമയത്ത് എന്തായാലും സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ, അവരുണ്ടാക്കി വെച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കുറ്റപ്പെടുത്താനൊന്നും ഞാനില്ല. നല്ലൊരു ദിവസമായിട്ട് അവർ കുറ്റപ്പെടുത്താനില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, എങ്ങനെയാണ് കേരളത്തിൻ്റെ റവന്യൂ ജനറേഷൻ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും, ടാക്സ് ബേസ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, കേരളത്തിൽ എങ്ങനെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ഒരുമിച്ചിരുന്ന്, മാധ്യമപ്രവർത്തകരും ഒക്കെ ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ട സമയമാണ്. ഞാൻ ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ കണ്ടിരുന്നു. എൻ്റെ നാട്ടിൽ നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം 10 ലക്ഷം രൂപയ്ക്ക് 9 മാസം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ഇന്ന് 287 കോടി രൂപയുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇലക്ട്രിക്കൽ കാറുകളുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകുന്ന, ഈ വലിയ വിഷമത്തിൻ്റെയൊക്കെ വാർത്തകൾക്കിടയിലും പ്രതീക്ഷകളുടെ ചെറിയ ചില തുരുത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പം നമ്മുടെ ചെറുപ്പക്കാർ ഈ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ ഉറച്ചു നിന്ന് ഇത്തരം ചില സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ തയ്യാറാവുകയും അതിന് സർക്കാരുകൾ, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒരേപോലെ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ നാടും മാറും, മുന്നോട്ട് വരും. കേരളവും മഹാബലി ഭരിച്ചിരുന്ന കാലത്ത് പോലെ എല്ലാവരും ഒന്നിച്ചു പോകുന്നൊരു നല്ല നാൾ വരും എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ചോദ്യം ചോദിക്കട്ടെ. മാവേലി നാടാണെന്ന് കരുതുക, ആ മാവേലിയെ ചവിട്ടിത്താഴ്ത്താൻ ഒരു വാമനൻ ഉരുമ്പിട്ട് വന്നാൽ സന്ദീപ് ആരുടെ പക്ഷത്ത് നിൽക്കും? അതിലൊരു കുഴയ്ക്കുന്ന ചോദ്യമല്ലോ. നോക്കൂ, നമ്മുടെ മിത്തുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ ഇത്തരം കുഴയ്ക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന്, കർണനാണോ അതോ അർജുനാണോ ശരി? ചില പ്രത്യേക സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കർണന്റെ ഭാഗത്ത് ശരി കണ്ടെത്താൻ സാധിക്കും. രാമരാവണ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ 2 ഭാഗത്തും ശരിയും തെറ്റും കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ സുഗ്രീവന്റെയും അതുപോലെ തന്നെ സഹോദരന്റെയും വിഷയത്തിൽ നിങ്ങൾക്ക് 2 ഭാഗത്തും ശരിയും തെറ്റും കണ്ടെത്താൻ സാധിക്കും. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള സ്പേസ് എല്ലാം നമ്മുടെ ഇതിഹാസത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഉന്നയിക്കാം. നമ്മളൊരു പക്ഷം പിടിക്കേണ്ടതൊന്നുമില്ല.
അതിലേതെങ്കിലും Correct, പക്ഷം സന്ദീപ്. പിടിക്കേണ്ടതൊന്നുമില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു ആഘോഷിക്കുക, അതിനകത്ത് ജീവിതം ഏറ്റവും ആഘോഷിക്കുക. മോഹൻലാൽ സൗന്ദര്യമുള്ള മറുപടി പറയുന്നത് അതാണ്. ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു ഇടം നൽകുന്നതാണ് നമ്മുടെ മിത്തുകൾ എന്നതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു സന്ദീപ്. എന്തായാലും സന്ദീപിനെ ഞങ്ങൾക്ക് മിസ് ചെയ്തു ഓണത്തല്ലിൽ. അതേപോലെ ഞങ്ങൾക്ക് മിസ് ചെയ്ത ഒരാളാണ് ബിന്ദു കിഷ. ബിന്ദു കിഷയുടെ ഒരു അഭാവം ഞങ്ങളുടെ വൈബിൽ ഒരു ഡിഗ്രി കുറച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ബിന്ദു കൃഷ്ണ ആ പരിപാടി കാണുമ്പോൾ ബിന്ദു കൃഷ്ണയ്ക്കും അത് മിസ് ചെയ്യും. ഓണവിഭവം മാത്രമല്ല, അത്ര സമ്പന്നമായിരുന്നു ആ സദസ്സ്. ബിന്ദു കൃഷ്ണയെ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് മിസ് ചെയ്യും. ഇതേ ചോദ്യം തന്നെയാണ്, വ്യക്തിപരമായ ഓണം എങ്ങനെ? കേരളം ഒരു ഓണത്തിൻ്റെ ഉത്രാടസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നാളെ പൊതുവേ വലിയ തിരക്കൊക്കെ ഉണ്ട്. വയനാടിൻ്റെ ഒരു ദുഃഖമുണ്ടെങ്കിൽ പോലും പൊതുവേ മലയാളിയുടെ ഓണം എങ്ങനെ? വെറുതെ ശരി. താങ്ക് യു സന്ദീപ്. ഓക്കെ, ബിന്ദു കൃഷ്ണ. ഡോക്ടർ അരുൺ, തീർച്ചയായും അത് മിസ് ചെയ്തത് വലിയ സങ്കടം തന്നെയാണ്. പക്ഷെ ഒഴിവാക്കാൻ വയ്യാത്ത പരിപാടികളായിരുന്നത് കൊണ്ടാണ് തീർച്ചയായും ഈശ്വരാനുഗ്രഹത്തിൽ അടുത്ത തവണ പങ്കെടുക്കാമെന്ന് പ്രത്യാശിക്കുന്നു. പിന്നെ മലയാളികൾ എപ്പോഴും അങ്ങനെ എത്ര തീവ്ര ദുഃഖത്തിലാണ് എങ്കിൽ പോലും ഓണം എന്നുള്ളത് നമ്മുടെ ഗൃഹാതുരത്വത്തോടുള്ള ഓർമ്മയാണ്. അതൊരു ഉത്സവമാണ്, ആഘോഷമാണ്. എല്ലാം മറന്ന് പഞ്ഞ കർക്കിടകത്തിൻ്റെ തിക്താനുഭവങ്ങളെല്ലാം മറന്ന് സമൃദ്ധിയുടെ ചിങ്ങത്തെ വരവേറ്റുകൊണ്ട് അപ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിൽ ഓണമാണ്. അത് കുഞ്ഞുനാളിലായാലും ഇപ്പോഴായാലും അത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നവരെ ഒരു ഭാഗത്ത് വിലക്കയറ്റം, സാധാരണക്കാർക്ക് വലിയ വരുമാനമൊക്കെ ഉള്ളവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളാണ്. ഒരു സാധനം വാങ്ങിക്കാനൊക്കെ എത്ര മണിക്കൂറാണ് പോയി നിൽക്കേണ്ടി വരുന്നത്. അതൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ വയനാട് നമ്മുടെ മനസ്സിലേൽപ്പിച്ച മുറിവ് അല്പം പോലും ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ശ്രുതിയുടെ വേദനയും കൂടിയൊക്കെ വന്നപ്പോൾ വീണ്ടും വീണ്ടും അത് തികട്ടി വരിക. പക്ഷേ എങ്കിലും എല്ലാ ദുഃഖങ്ങളിലെയും മറച്ചു വെക്കുന്ന ഒരു സന്തോഷം കൂടിയാണ് ഓണം. വ്യക്തിപരമായി ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ മുമ്പൊക്കെ കുറേ കൂടി വിപുലമായിട്ടൊക്കെ ഓണം ആഘോഷിക്കുമായിരുന്നു എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട്. ഇപ്പോൾ പക്ഷേ അതിനുള്ള സമയം കിട്ടത്തില്ല. വൈകുന്നേരം എല്ലാ ഉച്ചയ്ക്ക് ഒരുമിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സദ്യ ഉണ്ണും എന്നതിനപ്പുറത്തേക്ക് പിന്നെ പൊതുപരിപാടികളിൽ സംഘടനകളുടെ ക്ലബ്ബുകളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ പോകും. അതുകൊണ്ട് കൂടുതൽ സമയവും ഓണമൊന്നുമില്ല. എങ്കിലും സന്തോഷമാണ്. എത്ര ദുഃഖത്തിനിടയിലും വലിയ സന്തോഷമാണ് ഓണം പ്രദാനം ചെയ്യുന്നത്. ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഓണം, മതത്തിൻ്റെയോ ജാതിയുടെയോ മറ്റൊരു ഭിന്നതയില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം നമുക്കേറെ ഹൃദ്യമാണ്. ആ ഓണം നൽകുന്ന ഒരുമയുടെ സന്ദേശം, ആ സന്ദേശമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്വന്തം പിറന്ന നാട്ടിലേക്ക് കടന്നു വരാൻ പറ്റുന്നവർ വരും, വരാത്തവർ അവരവരുടെ നാടുകളിൽ ഓണം ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനിടെ വേദനയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു ഗ്യാങ് വാർ നടക്കുകയാണോ എന്ന് സംശയം. ഒരു ഭാഗത്ത് PV പറഞ്ഞു എനിക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു വേണ്ട എനിക്ക് സുരക്ഷ വേണമെന്ന്. IDGP പറയുന്നു അദ്ദേഹം മാഫിയാന്ന്. ഇതിനിടയിൽ മിണ്ടേണ്ട ആൾ മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ഒരു ഗ്യാങ് വാറിൻ്റെ ഒരു സംശയം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അമ്പിളിയെ പോലെയുള്ള വികല മനസ്സിൻ്റെ ഉടമകൾ ഭയപ്പെടുത്തുന്നു നമ്മളെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സാഹചര്യം വരികയും മുമ്പൊക്കെ ഉണ്ടായ വിഷമങ്ങൾ തുറന്നു പറഞ്ഞവരെയും അവരെ പിന്തുണച്ചവരെയും അല്ലെങ്കിൽ സത്യസന്ധമായി വരുന്ന ഈ അതിജീവിതകൾക്ക് പിന്തുണ കൊടുക്കാൻ നിൽക്കുന്ന പൊതുസമൂഹത്തെ പോലെ ആക്ഷേപിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഓണക്കാലത്തും ഇത്തരം ആളുകൾ നമ്മളെ വേദനിപ്പിക്കുന്നു. അതൊക്കെ ഒന്ന് ഒഴിവായി എല്ലാവരും പരസ്പര സ്നേഹത്തോടെ പോട്ടെ എന്ന് എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു ബിന്ദു കിഷ. ഓണാശംസകൾ റിപ്പോർട്ടറിൻ്റെയും VPP മുസ്തഫ. സന്ദീപ് വാര്യരും ബിന്ദു കിഷയും ഒരു പോയിന്റിൽ പറഞ്ഞു നിർത്തിയത് അല്പം വിലക്കയറ്റമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും വളരെ സന്തോഷമായിട്ടാണ് ഇക്കുറി ഓണം ആഘോഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. VPP മുസ്തഫയുടെയൊക്കെ ഓണം എങ്ങനെയാണ്? കാസർഗോട്ടുകാർക്ക് ഓണം വളരെ കെങ്കേമമാണെന്ന് അറിയാം. അവിടെ വെജിനോടൊപ്പം നോൺ വെജ് വിഭവങ്ങളൊക്കെ കൂട്ടിയാണ് കാസർഗോട്ടെ ഓണം. ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ കാസർഗോട്ടെയും കണ്ണൂരെയും ഒക്കെ ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. VPPയുടെ ഓണം എങ്ങനെയാണ് ഇക്കുറി? മാത്രമല്ല മലയാളിയുടെ ഓണം ചെറിയ വിലക്കയറ്റത്തിനിടയിലും സമൃദ്ധിയാണ്, സന്തോഷത്തോടു കൂടി. വയനാടിന് ദുഃഖമുണ്ടെങ്കിലും എന്നാണ് മറ്റ് അതിഥികൾ കൂടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. VPP മുസ്തഫ. തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരിയുടെ വേർപാട്, അതെ, വയനാട് ദുരന്തം, ഇതെല്ലാം ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പ്രയാസകരമായ അനുഭവങ്ങളാണ് ഉള്ളത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഓണം ഉള്ളത് കൊണ്ട് ഗംഭീരമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയാസങ്ങൾക്കിടയിൽ നമ്മുടെ അതിജീവനത്തിനുള്ള ഒരു ഊർജം തരുന്ന ഒരു സംഗതിയാണ്. കാരണം മാവേലി തിരിച്ചു വരുന്ന ഒരു ദിവസമാണല്ലോ. അപ്പൊ അതിജീവനമാണല്ലോ ഈ വലിയ വരേണ്യത അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തിയെടുത്തുനിന്ന് അദ്ദേഹം തിരികെ വരികയാണ്. അതുപോലെ പ്രയാസകരമായ ഈ സാഹചര്യങ്ങളിൽ അതിജീവനത്തിനുള്ള ഒരു ഊർജമായി ഈ സന്ദർഭത്തിലെ ഓണം മാറും. പക്ഷെ ഇത്തവണത്തെ ഓണം എല്ലാ പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിൽ ഗംഭീരമാവുകയാണ്. താങ്കളുടെ തന്നെ റേഞ്ചിലുള്ള മറ്റൊരു ചാനൽ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വിലക്കയറ്റമില്ലാത്തൊരു ഓണം എന്നാണ്.
സാധാരണ ഓണം എടുക്കുമ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വിലക്കയറ്റത്തെ കുറിച്ച് വാർത്ത വരാറുണ്ട്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിൽ ഉൾപ്പെടെ ഒരു ചാനലിലും അങ്ങനെ ഒരു വാർത്ത ഇത്തവണ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്ന് മാത്രമല്ല പച്ചക്കറികൾക്ക് നല്ല വിലക്കുറവാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് മാർക്കറ്റിൽ നിന്നുള്ള വിവരം വെച്ചുകൊണ്ട് വാർത്തകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ പ്രതിസന്ധി, പക്ഷെ ആ പ്രതിസന്ധിക്കിടയിലും എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു. അല്ല, ഈവൻ KSRTC-കാർക്ക് പോലും, അവരാണ് വലിയ പ്രതിസന്ധിയിൽ ഉണ്ടായത്, അവർക്ക് പോലും കൊടുത്തു തീർത്തു. ഒറ്റത്തവണയായിട്ട് കൊടുത്തു. അവർക്ക് കഴിഞ്ഞ 2023 ഫെബ്രുവരി തൊട്ട് 2 ഗഡുക്കളായിട്ട് ശമ്പളം ഉണ്ടായിരുന്നത് ഇത്തവണ ഇതാദ്യമായിട്ട് അവർക്ക് ഒറ്റ ഗഡുവായിട്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു, പെൻഷൻ കൊടുത്തിരിക്കുന്നു. കേരളത്തിന്റെ റവന്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ കർണാടകം ഉൾപ്പെടെ, പഞ്ചാബ് ഉൾപ്പെടെ, തമിഴ്നാട്, ഇങ്ങനെ BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് ചേർന്നപ്പോൾ നമ്മുടെ ഈ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്നു. അതിൽ കേരളത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കപ്പെട്ടുള്ള ഒരു കാര്യം, നമ്മുടെ റവന്യൂന്റെ 70% ഇപ്പോൾ ഓൺ റവന്യൂ ആണ്. 25% മാത്രമേ നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് കേന്ദ്രവിഹിതം ലഭിക്കുന്നു. അപ്പൊ ഈ പ്രതിസന്ധികളെല്ലാം കേന്ദ്രം തീർക്കുമ്പോഴും കേരളത്തിന്റെ ഓൺ റവന്യൂ നമുക്ക് ഈ പ്രയാസകരമായ സാഹചര്യത്തിലും വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് വലിയ അല്ലലില്ലാത്ത, കാണം വിൽക്കേണ്ടി വരാത്ത ഒരു ഓണം നമുക്ക് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ നല്ല നിലയിൽ തന്നെ കേരളം ഈ പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന്റെ അരുൺ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഓണത്തിന്റെ ഐതിഹ്യം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ മാവേലിയും അതുപോലെ വാമനും എല്ലാം ചേർത്തുകൊണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ കുസൃതി ചോദ്യം വേണമെങ്കിൽ ആളുകൾക്ക് പറയാം. പരശുരാമനും വാമനും ദശാവതാരങ്ങളിൽ പെടുന്നതാണ്. ഒരു യുഗത്തിലാണ് ഒരു അവതാരം, അതിനൊരു ശ്രേണിയുണ്ട്. അതനുസരിച്ചിട്ടാണെങ്കിൽ പരശുരാമനാണ് കേരളം സൃഷ്ടിക്കേണ്ടത്. ആ കേരളം ഭരിക്കുന്ന മഹാബലിയെയാണ് വാമനമൂർത്തി വന്ന് ചവിട്ടിത്താഴ്ത്തേണ്ടത്. പക്ഷെ ഒരു കുസൃതി വരുന്നത് എന്താ, പരശുരാമന് മുമ്പേയുള്ള യുഗത്തിൽ വന്നു പോകുന്നയാളാണ് വാമനമൂർത്തി. അങ്ങനെയാണെങ്കിൽ പിന്നാലെ വന്ന പരശുരാമൻ സൃഷ്ടിക്കുന്ന കേരളം ഭരിക്കുന്ന മാവേലിയെ അതിന് മുമ്പേ ഉള്ള യുഗത്തിൽ വന്നുപോയ നാരദർ എങ്ങനെ ചവിട്ടിത്താഴ്ത്താം? ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ പോലും അങ്ങനെ കഥയിൽ ചോദ്യമില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഓണം ഇങ്ങനെ കൊണ്ടാടപ്പെടുന്നു? അതിന്റെ സന്ദേശമാണ് ഒരുപോലെ എന്നുള്ളതാണ്. ആ മനുഷ്യത്വത്തിന്റെ മാനവികതയിലുള്ള സന്ദേശമാണ്. അതാണ് മലയാളിയുടെ ഈ വലിയ ഓണം ഇങ്ങനെ ഒരു ദേശീയോത്സവമായിട്ട് മാറുന്നതിനുള്ള വലിയ ഒരു തലം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ ശക്തമായിട്ട് ഉയർത്തുന്നത്. തീർച്ചയായിട്ടും VP മുസ്തഫ, താങ്ക് യു. എനിക്കറിയാം ഒരുപാട് വിഷമങ്ങൾക്കിടയിലൂടെയാണ് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ, പ്രത്യേകിച്ച് CPM അനുഭാവികളും പാർട്ടി അംഗങ്ങളും കടന്നുപോകുന്നത്. സീതാറാം യെച്ചൂരിയുടെ നഷ്ടം അത്രമേൽ വലിയ വേദനയാണ്. വയനാടിൻ്റെ ദുഃഖം നമ്മുടെയൊക്കെ വേദനയാണെങ്കിലും എല്ലാവർക്കും സമൃദ്ധമായ ഓണാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു മനുഷ്യന് ഒരു മൂല്യം, അതായിരുന്നു വൺ മാൻ വൺ വാല്യൂ എന്നതായിരുന്നു മാവേലിയുടെ സന്ദേശം. അതാവട്ടെ ഇക്കുറി ഒരുമയുടെ പൊന്നോണത്തിന്റെയും സന്ദേശം. Debate with Arun Kumar.